അമേരിക്കൻ രാഷ്ട്രീയത്തിൽ അത്യന്തം നാടകീയമായ സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭരണത്തിന്റെ അമരത്ത് നിൽക്കുമ്പോഴും അദ്ദേഹത്തെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാനുള്ള നീക്കങ്ങൾ സഭയ്ക്കുള്ളിൽ ശക്തമാവുകയാണ്. വിദേശ മണ്ണിൽ ട്രംപിന്റെ നയങ്ങൾ നടപ്പിലാക്കാൻ പടപൊരുതുന്നവരും രാജ്യത്തിനകത്ത് അദ്ദേഹത്തെ നിയമപരമായി നേരിടുന്നവരും തമ്മിലുള്ള ഒരു വലിയ യുദ്ധത്തിനാണ് ലോകം സാക്ഷ്യം വഹിക്കുന്നത്. ഈ പോരാട്ടത്തിന്റെ ഏറ്റവും പുതിയ അധ്യായമാണ് വെനിസ്വേലൻ അതിർത്തികളിൽ നിന്നും ഉയർന്നു കേൾക്കുന്നത്. കൊളംബിയൻ ലയൺ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സൈനിക പ്രമുഖൻ എറിക് പ്രിൻസ് ധൈര്യമുണ്ടെങ്കിൽ എന്നെ വന്ന് പിടിക്കൂ എന്ന് അന്താരാഷ്ട്ര സമൂഹത്തെയും ട്രംപിന്റെ വിരുദ്ധരെയും പരസ്യമായി വെല്ലുവിളിക്കുമ്പോൾ അത് വാസ്തവത്തിൽ ട്രംപിന്റെ വിദേശ നയങ്ങളുടെ ഒരു പടയൊരുക്കം കൂടിയാണ്. ബ്ലാക്ക് വാട്ടർ എന്ന സ്വകാര്യ സൈനിക ഏജൻസിയുടെ സ്ഥാപകനായ എറിക് പ്രിൻസ് ട്രംപിന് വേണ്ടി വിദേശ രാജ്യങ്ങളിൽ നടത്തുന്ന ഇടപെടലുകൾ വലിയ വിവാദങ്ങൾക്കാണ് വഴിമരുന്നിട്ടിരിക്കുന്നത്. കൊളംബിയൻ സൈനികരെ ഉപയോഗിച്ച് വെനിസ്വേലയിൽ അട്ടിമറി നടത്താനുള്ള നീക്കങ്ങൾ ട്രംപിന്റെ അനുമതിയോടെയാണെന്ന ആരോപണവും ശക്തമാണ്. വിദേശത്ത് ഇത്തരം യുദ്ധസമാനമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുമ്പോൾ സ്വന്തം നാട്ടിൽ ട്രംപ് നേരിടുന്നത് ഇംപീച്ച്മെന്റ് എന്ന വജ്രായുധത്തെയാണ്. അമേരിക്കൻ പാർലമെന്റിലെ ഡെമോക്രാറ്റുകൾ ട്രംപിനെതിരെ നീങ്ങുന്നത് കേവലം രാഷ്ട്രീയ വൈരാഗ്യം കൊണ്ടല്ല, മറിച്ച് അദ്ദേഹം ഭരണഘടനയെ ലംഘിച്ചുകൊണ്ട് വിദേശത്ത് സൈനിക നീക്കങ്ങൾ നടത്തുന്നു എന്ന ഗുരുതരമായ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണ്. 2026 ഈ നിർണായക ഘട്ടത്തിൽ വരാനിരിക്കുന്ന ഇടക്കാല തെരഞ്ഞെടുപ്പ് ട്രംപിന്റെ രാഷ്ട്രീയ ഭാവിയെ സംബന്ധിച്ചിടത്തോളം അതിപ്രധാനമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ഭൂരിപക്ഷം നഷ്ടമായാൽ ട്രംപിനെ പുറത്താക്കാനുള്ള നടപടികൾ പ്രതിപക്ഷം വേഗത്തിലാക്കും. തന്നെ വേട്ടയാടാൻ ശ്രമിക്കുന്നവർ ഈ രാജ്യത്തിന്റെ ശത്രുക്കളാണെന്ന് ട്രംപ് ആവർത്തിക്കുമ്പോഴും നിയമത്തിന്റെ കുരുക്ക് അദ്ദേഹത്തിന് ചുറ്റും മുറുകയാണ്. ഒരു വശത്ത് വെനിസ്വേലയിലെ നിക്കോളാസ് മഡുറോയുടെ ഭരണകൂടത്തെ താഴെയിറക്കാൻ എറിക് പ്രിൻസിനെ പോലെയുള്ളവർ നടത്തുന്ന സാഹസിക നീക്കങ്ങൾ, മറുവശത്ത് വൈറ്റ് ഹൗസിൽ ട്രംപ് അനുഭവിക്കുന്ന കൊടുത്ത രാഷ്ട്രീയ സമ്മർദ്ദം. ഈ രണ്ട് മുന്നണികളിലും ഒരേ സമയം വിജയിക്കുക എന്നത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണ്. അമേരിക്കയുടെ ചരിത്രത്തിൽ തന്നെ ഒരു പ്രസിഡന്റ് ഇത്തരത്തിൽ ആഭ്യന്തരമായും അന്തർദേശീയമായും ഒരേ സമയം ഇത്രയും വലിയ എതിർപ്പുകൾ നേരിടുന്നത് അത്യപൂർവമാണ്. എറിക് പ്രിൻസ് ഉയർത്തുന്ന വെല്ലുവിളികൾ ട്രംപിന്റെ കരുത്തായി ചിലർ കാണുന്നുണ്ടെങ്കിലും അത് അദ്ദേഹത്തെ കൂടുതൽ നിയമക്കുരുക്കിലേക്ക് നയിക്കാനാണ് സാധ്യത. കാലിടറി വീഴുന്ന ഒരു ഭരണാധികാരിയുടെ ചിത്രമാണോ അതോ എല്ലാ തടസ്സങ്ങളെയും അതിജീവിച്ച് മുന്നേറുന്ന ട്രംപിനെയാണോ വരും മാസങ്ങളിൽ കാണാൻ കഴിയുക എന്നത് ലോകരാഷ്ട്രത്തിലെ ഏറ്റവും വലിയ ആകാംക്ഷയാണ്. സഭയിൽ ഇംപീച്ച്മെന്റ് വോട്ടിംഗ് നടക്കാനിരിക്കെ ട്രംപിന്റെ ഓരോ നീക്കവും ലോകത്തിന്റെ സമാധാനത്തെയും അമേരിക്കയുടെ ജനാധിപത്യത്തെയും എങ്ങനെ ബാധിക്കുമെന്ന് വരും ദിവസങ്ങളിൽ തെളിഞ്ഞു കാണും.